ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ കുഞ്ഞൂസ് ഉണ്ട് ഇവിടെ. ഹായ് വിട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളുകൂടിയാണ് നടക്കാനറിയാം. കുറച്ച് നാളായിട്ട് നടക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ കാണുന്ന മുതലിന് പനിയൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ എനിക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നാളുകൂടിയാണ് നടക്കാറിറങ്ങി. പിന്നെ ഇന്ന് നടക്കാറിറങ്ങിയ ഒരു ചെറിയ ഒരു കാരണം കൂടി ഉണ്ടേ. ഇന്ന് രാവിലെ കുഞ്ഞൂസ് അതിഭീകരമായൊരു സ്വപ്നം കണ്ടു ഗൈസ്. രാവിലെ ഇവിടെ പിന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ഉണ്ടാവും. ചിലക്കം കിടക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ മേത്ത് ഇങ്ങനെ പയ്യെ തൊട്ടേ. അപ്പോൾ ഞാനത് എന്നാ അപ്പം ഞാനൊരു സ്വപ്നം കണ്ടപ്പാന്ന് പറഞ്ഞു. സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു സ്വപ്നം. അതോ രാത്രി പുള്ളി അത് വിളിച്ചെഴുന്നേപ്പിച്ച് പറഞ്ഞുകൊണ്ടും ഞാനാ മൊത്തം ഞെട്ടി വരികയും പുള്ളി ഇങ്ങനെ മനസ്സിൽ കിടന്ന് എങ്ങനെ അടിക്കും കട ചങ്കൊക്കെ പട്ടപ്പെട്ടാന്ന് കിടന്ന് ഇടിക്കുന്ന കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴേ ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തോക്കൊക്കെ വെക്കുന്ന സ്ഥലം. അപ്പോൾ ഈ തോക്ക് ഇവന് എടുക്കണം. ഈ തോക്കിൻ്റെ താഴത്തായി ഈ പാമ്പ് മൊത്തം ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഈ പാമ്പിനെ കൊല്ലണം. അപ്പോൾ ഇവന് ഈ തോക്കൊക്കെ എടുക്കാണ്ട് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ചലഞ്ചൊക്കെ ചെയ്ത് പാമ്പിനെയൊക്കെ കീഴ്പ്പെടുത്തി ഇങ്ങനെ തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. അപ്പം എൻ്റെ അമ്മ അവിടെ നിൽക്കുക. അമ്മ പറഞ്ഞു, കുഞ്ഞൂസേ അപ്പായി പോയടാന്ന്. ഇത് പറയാൻ പറ്റുന്നില്ല പുള്ളി ഇങ്ങനെ എന്നെ അപ്പോൾ ഇങ്ങനെ കരയാൻ പുള്ളി. എൻ്റെ ദൈവം ഞാൻ ആ മൊത്തം ഞെട്ടിത്തെറിച്ച് ദൈവം എന്നാ ഇതിന് പറയാതെ ഇത് എന്നിട്ട് എനിക്ക് സങ്കടം വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് എനിക്ക് ഭയങ്കര പുള്ളി ഇങ്ങനെ ഭയങ്കര വിങ്ങിപ്പെട്ട് പറയുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവനെ കൊണ്ട് കെട്ടിപ്പിടിച്ച് ചേർത്ത് പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കോള് വന്നപ്പോൾ അപ്പം മരിച്ചു പോയില്ലാന്ന്. അപ്പോൾ ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഗൈസ്. പിന്നെ അവനെ സങ്കടം മാറ്റാനായിട്ട് ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു. ഓക്കെ.